ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഒന്നിക്കുന്ന ഒരു വമ്പൻ റാലിയാണ് ദില്ലിയിലെ ജന്തർ മന്ദിറിൽ നടക്കുന്നത്. അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു വലിയ റാലി. ആ റാലിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ജയിലിൽ കഴിയുന്ന കേജ്രിവാളിന്റെ ആരോഗ്യനില, ജയിലിൽ വെച്ച് കേജ്രിവാളിനെ വധിക്കുവാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ റാലി നടക്കുന്നത്. അതിനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ജൂൺ 3 മുതൽ ജൂലൈ 7 വരെയുള്ള മെഡിക്കൽ റിപ്പോർട്ടിൽ കേജ്രിവാളിന്റെ ഷുഗർ നില വളരെ താഴേക്ക് പോകുന്നു, അനാരോഗ്യമാണ്, ഏത് നിമിഷവും അദ്ദേഹം കൊല്ലപ്പെട്ടേക്കാം എന്ന ഒരു വലിയ വാദമുയർത്തിക്കൊണ്ടാണ് ഈ റാലി നടക്കുന്നത്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒന്നിക്കാനുള്ള ഒരു വേദി കൂടിയായി ഇത് മാറുകയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു, പോലീസിനെ കൂടുതലായി വിന്യസിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദില്ലി മറ്റൊരു സമരമുഖത്തായിരുന്നു. ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സമരമുഖം കൂടി തുറക്കുന്നു. ഏതായാലും ലോക്സഭാ സമ്മേളനം നടക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ വീണ്ടും ഒന്നിക്കാൻ ഒരു പ്ലാറ്റ്ഫോമായി കേജ്രിവാളിൻ്റെ ആരോഗ്യസ്ഥിതി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.